ഹലോ പത്ത് സംബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വിശേഷമുണ്ട്. ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പോവാണ് ഗൈസ്. നമുക്ക് ഇവിടുന്ന് കസീം എന്നാണ് ഫ്ലൈറ്റ്. കസീം ടു ഷാർജയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 3 മണി ആകുമ്പോഴത്തേക്കും എയർപോർട്ടിലെത്തണം. എന്നിട്ട് നമ്മളെ ഫ്ലൈറ്റ് വരണത് 5 മണിക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച പാട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നട്ടുച്ചയ്ക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു ഇവിടെ. അല്ലെങ്കിൽ നമുക്ക് നല്ല ചൂടാണ്. ഇന്ന് എന്തോ നല്ല ആവിയൊക്കെ കയറുന്നുണ്ടായിരുന്നു. അമ്മാതിരി ചൂടുണ്ടായിരുന്നു അവിടെ. നമ്മളവിടെ നിന്ന് കുറേ ദൂരമൊന്നുമില്ല, എയർപോർട്ടിലേക്ക് കുറച്ച് ദൂരമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം എത്തി അവിടെ. ഇന്നൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഉംറ വിസക്കാർ നാട്ടിലേക്ക് പോകേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മളിത് എയർപോർട്ടിലെത്തി. വളരെ കുറച്ച് ലഗേജസ് നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ 2 ട്രോളിയും പിടിച്ചിട്ട് നമ്മൾ ഉള്ളോട്ട് പോയി. ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം നമുക്ക് ഇവിടുത്തെ ഭാഷ ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്നൊരു പിടുത്തമില്ലായിരുന്നു. പിന്നെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബോർഡിംഗ് പാസ്സൊക്കെ എടുക്കുമ്പോൾ ഇപ്പച്ചി നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അതൊരു നല്ല കാര്യം തന്നെയായിരുന്നു. എന്നിട്ട് നമ്മളെ ബോർഡിംഗ് പാസ്സൊക്കെ എടുക്കണ വരെ ഇപ്പച്ചി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റി. അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്ന് അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ പ്ലെയിൻ പോകുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ടൈം ആയപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. ഇവിടെ വലിയൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഫ്രണ്ടിനെ കിട്ടി. കെൻസ എന്നാണ് പേര്. അപ്പോൾ കെൻസ ആദ്യമായിട്ടാണ് ഇങ്ങനെ കണക്ഷൻ ഫ്ലൈറ്റിൽ വരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് അവരുടെ പാരൻസ് ഒന്ന് നോക്കിക്കോളാനൊക്കെ പറഞ്ഞു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ കെൻസ നമ്മളെയാണ് നോക്കിയത്. കെൻസ നല്ല അടിപൊളിയാണ്. നമ്മളെ നാട്ടിലെത്തണ വരെ ഞങ്ങൾ അടിപൊളി തന്നെയായിരുന്നു. നല്ല വൈബായിരുന്നു. അങ്ങനെ ഒരു നീണ്ട ക്യൂവിന് ശേഷം നമ്മളും ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ബസ്സിൽ കയറാൻ പോവാണ്. അതിലൂടെയാണ് നമ്മൾ ആ ഫ്ലൈറ്റിൽ കയറേണ്ടത്. അതാണ് നമ്മളുടെ ഫ്ലൈറ്റ്. എനിക്ക് പിന്നെ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഇങ്ങനെ കയറണതാണ് കേട്ടോ ഇഷ്ടം. ഈ സ്റ്റെപ്പുള്ള മാതിരി. പക്ഷേ ലഗേജസൊക്കെ പിടിക്കേണ്ടി വരും. അത് ചെറിയൊരു ഇതാണ്. പക്ഷേ അത് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ കയറുമ്പോൾ എന്തോ ഒരു VIP ഫീലായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറി. നമ്മളുടെ സീറ്റ് ഇതാണ്. കിച്ചു സൈഡ് സീറ്റിലാണ് ഗൈസ് ഇരുന്നത്. നമ്മൾ ഇപ്രാവശ്യം ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു നമ്മൾ കുറേ സ്നാക്സൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ചെറിയൊരു കാഴ്ച കാണിച്ചു തരാം ഗൈസ്. സംഭവം എന്താ പറയുക, നമ്മൾ വെള്ളത്തിൻ്റെ അവിടെ എത്തുമ്പോൾ അഥവായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ സീറ്റിൻ്റെ അടിയിൽ ഈ ജാക്കറ്റ് ഉണ്ട്. ആ ജാക്കറ്റ് ഇട്ടിട്ട് ഈ ഇതിൻ്റെ ഡോർ തന്നിട്ട് ഒരൊറ്റ ചട്ടം ഇത്ര നീന്തുക. സംഭവം മണ്ണത്തരാണെങ്കിലും എനിക്ക് ആ കാർഡിലെ ഇൻസ്ട്രക്ഷൻസൊക്കെ വായിച്ചപ്പോൾ എനിക്കതാണ് മനസ്സിലായത്. പിന്നെ ഇപ്രാവശ്യം കയറിയത് നമ്മൾ എയർ അറേബ്യ ഫ്ലൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ എയർ ഹോസ്റ്റസിനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഈ ഫ്ലൈറ്റ് കയറിയപ്പോൾ നമുക്കങ്ങനെ പേടിയൊന്നുമില്ലായിരുന്നു. ജസ്റ്റ് നമ്മൾ എൻജോയ് ചെയ്തു കാഴ്ചകളൊക്കെ. ഇപ്പം ഞങ്ങൾ ഫ്ലൈറ്റ് കയറിയപ്പോൾ ഞങ്ങൾക്ക് ഈ പൊന്തറന്ന് കാണാൻ നല്ല ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം പുറത്തൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അല്ലാണ്ട് പേടിച്ചിട്ടൊന്നുമല്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി പ്രത്യേകിച്ച് അങ്ങനെ പണികളൊന്നുമില്ല. അപ്പം ഞങ്ങൾ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഉറങ്ങാൻ പോകുന്നു. സംഭവം ഉറങ്ങണം എന്നൊക്കെ എനിക്കൊരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് നടന്നിട്ടുണ്ടായില്ല. കാരണം ഇതൊരു ഫാമിലി ട്രിപ്പ് മാതിരിയായിരുന്നു. കുറേ കുട്ടിപ്പട്ടാളങ്ങളുണ്ടായിരുന്നു. ഓരോ കരച്ചിലും പിരിച്ചിലും. പിന്നെ ആ ഒരു കുട്ടീനെ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ കാട്ടിലൊക്കെ കണ്ടാൽ. പിന്നെ ഉറങ്ങിയിട്ടും കാര്യമില്ല ഗൈസ്. 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ ഷാർജയിലെത്തും. അതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. കുറേ നേരം കാഴ്ചകളൊക്കെ കണ്ട് രസിച്ചിരുന്നു. നമ്മൾ ഓപ്പോസിറ്റ് ഇരുന്നുണ്ടായിരുന്ന കുട്ടിൻ്റെ കാട്ടിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഉമ്മച്ചി പറയും ഉമ്മച്ചിക്ക് ഇങ്ങനെ കുറുമ്പൊക്കെ കാണിക്കണ കുട്ടികളെയാണ് ഇഷ്ടം. സംഭവം എനിക്കും അങ്ങനത്തെ കുട്ടികൾ തന്നെയാണ് ഇഷ്ടം. ഇങ്ങനെ കുറുമ്പൊക്കെ കാണിച്ച് കുറച്ചിങ്ങനെ വർത്താനൊക്കെ പറയുന്ന രീതിയിൽ കുറച്ച് കുറുമ്പൊക്കെ കാണിക്കുന്ന കുട്ടികളാണ് എനിക്കും ഇഷ്ടം. അപ്പം ഉമ്മച്ചിൻ്റെ അതേ തനിപ്പകർപ്പാണ് ഗൈസ് എനിക്കും കിട്ടിയിട്ടുള്ളത്. ഗൈസ് ഇതാണ് നമ്മൾ ഷാർജയിൽ നിന്ന് കണ്ട ആ വ്യൂ എന്ന് പറയുന്നത്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. പക്ഷെ നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗി എന്തായാലും വീഡിയോയിൽ കിട്ടുന്നില്ല എന്നേ ഞാൻ പറയുള്ളൂ. വീഡിയോയിൽ അങ്ങനെ കിട്ടുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഷാർജയിലെത്തിയപ്പോൾ കുറേ ലഗേജസൊക്കെ പുറത്ത് നിൽക്കണത് കണ്ടു. അപ്പോൾ ഞാൻ കിച്ചനോട് പറഞ്ഞു അത് നമ്മളുടെ ലഗേജസാണ് നമ്മളവിടെ കൊടുത്തത്. നമ്മൾ എന്നിട്ട് ബസ്സിൽ കയറിയിട്ട് ഉള്ളിലോട്ട് പോകാൻ നിൽക്കുകയാണ്. ഷാർജ എയർപോർട്ടിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ലായിരുന്നു. കാരണം അന്ന് ദോഹയിലുള്ള മാതിരി ആയിരിക്കുമല്ലോ ഇവിടെ. ദുബായ് എന്ന് പറയുമ്പോൾ മലയാളീസും ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മലയാളീസും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ഇതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്നു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതാ ഫ്ലൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
കിച്ചുവിന് ഇങ്ങനെ ഫ്ലൈറ്റ് കയറുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു, ഇങ്ങനെ നടന്ന് പോകണതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ സ്റ്റെപ്പ് കയറണ തന്നെയാണ് കേട്ടോ ഇഷ്ടം. നമ്മൾ ഷാർജ ടു കാലിക്കറ്റേക്ക് കയറിയ ഫ്ലൈറ്റിൽ മലയാളീസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ആശ്വാസമായി. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ഒരു കാര്യത്തിൽ. കാരണം നമ്മളിങ്ങനെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ കാലിക്കറ്റൊക്കെ എത്തുമ്പോൾ നമ്മുടെ നാടിൻ്റെ പച്ചപ്പൊക്കെ കാണാമല്ലോ വെച്ചിട്ട്. പക്ഷെ പൊലിച്ചക്കാണ് പോയത് കൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഈ ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ നല്ല ഉറങ്ങി. പക്ഷെ എന്നാലും കുട്ടികൾ സമ്മതിച്ചില്ലായിരുന്നു. നമ്മളെ തൊട്ട് ബാക്കിൽ ചെറിയ ചെറിയ കുട്ടികളായതുകൊണ്ട് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ഒരു കാക്ക ഞാനൊന്ന് ഉറങ്ങി വരുമ്പോൾ ഒരു ഒപ്പനപ്പാട്ട് എടുത്തിട്ട് കളിക്കുകയാണ് ചെയ്യുക. പിന്നെ എയർ ഹോസ്റ്റസ് നമുക്ക് വെള്ളത്തിൽ ചാടുമ്പോൾ എന്താ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല കുയിസ്. പിന്നെ നമ്മൾ ഫ്ലൈറ്റിലത്തെ ടോയ്ലറ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കിച്ച് പോയപ്പോൾ ഒരു കിച്ചുവിൻ്റെ അടുത്ത് പറയാം 5 ദിർഹം തരണം പോകാനെന്ന്. അപ്പോൾ കിച്ച് പറഞ്ഞ് തരൂല. എന്നിട്ട് ഓന് ടോയ്ലറ്റിൽ പോയി. പിന്നെ നമ്മൾ ഈ ഫ്ലൈറ്റിൽ നിന്ന് അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ഉറക്കം തന്നെയായിരുന്നു. അങ്ങനെ നമ്മളിതാ കാലിക്കറ്റിൽ കാല് കുത്തിയിട്ടുണ്ട് ഗൈസ്. ഫ്ലൈറ്റ് കൊണ്ടാണ് കുത്തിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കാലുകൊണ്ട് കുത്തി. കാക്കുട്ടിയൊക്കെ നമ്മളെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കിച്ചുവിന് ചെറുതായിട്ടൊരു പണി കിട്ടി. കിച്ചുവിന് ഉറക്കവും ശരിയായില്ല, പിന്നെ ഫുഡും ശരിയായില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ വയറുവേദനയും പിന്നെ ഛർദ്ദിക്കാൻ വരലൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ ഞാനായിരുന്നു ടയേർഡെങ്കിൽ ഇപ്പോൾ ഇപ്രാവശ്യം അവനാണ് ടയേർഡ്. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിച്ചുവിനൊരു സ്റ്റേഷൻ ക്ലിയർ ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓൻ കുറേ നേരം ബാത്റൂമിലൊക്കെ പോയി വന്ന് നോക്കി. ഓന് ബാത്റൂമിൽ പോയതുകൊണ്ട് തന്നെ നമ്മൾ ഓനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ കൂടെ വന്നവരൊക്കെ എമിഗ്രേഷന് പോയി. പിന്നെ വലിയൊരു ഘട്ടം തന്നെ വന്നു. ഇങ്ങനെ ലഗേജ് നമ്മൾ കാത്തുനിന്നിട്ട് കുറേ നേരം അവിടെ നിന്നു. നമുക്ക് 6 ലഗേജ് ഒന്നും കിട്ടാണ്ടായിട്ടുള്ളത്. ഒന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേക്കും അടുത്തത് വരിക. അങ്ങനെ കുറേ നേരം അങ്ങനെ പോയി. ലഗേജസൊക്കെ കിട്ടി നമ്മളിതാ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളെ സകല പ്രതീക്ഷയും തെറ്റിച്ച് കിച്ചു കാക്കുട്ടിക്ക് ഞങ്ങളെ കാണാൻ ബുദ്ധിയുണ്ടായിരുന്നു. പക്ഷേ കിച്ചുവിനും കൊണ്ട് കാക്കുട്ടി വേഗം ബാത്റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കാക്കുട്ടിൻ്റെ ഫ്രണ്ട്സാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ലഗേജസൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം നമ്മൾ എയർപോർട്ടിലത്തെ ടാക്സി സർവീസ് ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ. പക്ഷേ ഫേസ്ബുക്ക് വഴി കണ്ടിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്തതാണ്. ഒരു ബഷീർ ഖാൻ്റെ വണ്ടിയായിരുന്നു ഇത്. എർട്ടിഗയായിരുന്നു കേട്ടോ വണ്ടി. അതുകൊണ്ട് തന്നെ നല്ല സ്പേസൊക്കെ ഉണ്ടായിരുന്നു ഇരിക്കാനൊക്കെ. ബഷീർക്കാണെങ്കിൽ നല്ല അടിപൊളിയാണ്, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല സ്മൂത്ത് ഡ്രൈവിംഗ് ഒക്കെ ആയിരുന്നു. നമ്മളെ കുടുംബക്കാരോ വന്നിട്ട് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഫീലായിരുന്നു നമുക്ക്. ചുരം എത്തിയത് ഞങ്ങൾ അറിഞ്ഞിട്ടും കൂടി ഉണ്ടായില്ല. കാരണം നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങളൊക്കെ ഉറക്കമായിരുന്നു. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളെ ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അധികം സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അവിടുന്ന് അതൊന്നും കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടവും ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അധികം സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിക്കുകയായിരുന്നു 2 വർഷമൊക്കെ കൂടുമ്പോൾ വരുന്ന ഇപ്പച്ചിൻ്റെ അവസ്ഥ എന്തായിരിക്കും. നല്ലൊരു അടിപൊളി സൺറൈസും കാണാൻ പറ്റി. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ. പിന്നെ നമ്മൾ ബഷീർ ഖാൻ്റെ ടാക്സി സർവീസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. അങ്ങനെ നമ്മൾ മാമൻ്റെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബഷീർക്ക് അവിടെ നിന്ന് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ പാത്തൂസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.